ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രോ ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, എടുത്തു, അത്ര തന്നെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അത് കൂടാതെ തന്നെ ഞാൻ കുറേ ആയി വിചാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു 2 തുണിയുടെ പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ട് കുർത്തി തയ്ക്കാനായിട്ട് കൊണ്ടുവന്നതാണ് നാട്ടിൽ നിന്ന്. അതിപ്പോൾ വന്നിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ആ പരിപാടി കൂടെ നടത്താമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ബർവ വില്ലേജിലേക്കാണ് കേട്ടോ. അവിടെയാണ് ഞാൻ സാധാരണ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കാറ്. സോ നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 2 സ്റ്റോപ്പാണ്, മെട്രോയിൽ നിന്ന് 2 സ്റ്റോപ്പേ ഉള്ളൂ ബർവ വില്ലേജിലേക്ക്. അപ്പോൾ അവിടെ പോയി ഇതാണ് കേട്ടോ ബർവ വില്ലേജ്. ബർവ വില്ലേജിൻ്റെ ഭാഗത്തേക്ക് മെട്രോ ഒക്കെ നമുക്കിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമുക്കൊന്നും പുറത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല മെട്രോയിൽ ഇങ്ങനെ പോണ സമയത്ത്. ഇവിടെ ഇച്ചിരി ഓപ്പൺ ഏരിയ പോലെയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നല്ല കാറ്റും ഉണ്ടായിരുന്നു, നടക്കാനൊരു സുഖം ഉണ്ടായിരുന്നു തണുപ്പായതുകൊണ്ട് തന്നെ. അതിനുശേഷം ഞങ്ങളിന്ന് മീൽസ് കഴിക്കാൻ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ മീൽസ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 ബിരിയാണി പറഞ്ഞു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതേ ഒരു കാഫേയിൽ കയറിയതാണ് കേട്ടോ. ഇവിടെ ഒരു കട്ടൻ ചായ എന്തോ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ നേരെ പോയത് പാർത്താസിലേക്കാണ് കേട്ടോ. അവിടെയാണ് ഞാൻ തയ്ക്കാൻ കൊടുക്കാറ്. പക്ഷെ പോയപ്പോൾ അവിടെ എന്തോ പ്രെയർ ടൈമോ എന്തോ ഒരു സംഭവമായിരുന്നു. അത് തന്നെ അത് ക്ലോസ് ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേറെ എവിടെയെങ്കിലും പോയി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പോണ വഴിക്ക് കണ്ട കാഴ്ചയാണ് കേട്ടത്. നല്ല ഭംഗിയില്ല കാണാൻ. ഈ മഞ്ഞ മഞ്ഞ പൂക്കൾ ഫുള്ള് ഇങ്ങനെ പൂത്തുന്നൊക്കെ കാട്ടി ഞങ്ങൾ പാർത്താസിൽ കയറിയില്ല. അവിടെ പ്രെയർ ടൈമോ ലഞ്ച് ടൈമോ എന്തോ അടച്ച് കിടക്കുകയാണ്. നമ്മളിവിടെ സെൻറ്റർ പോയിന്റിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ടല്ലേ അല്ലേ? അപ്പോൾ അത് തുറക്കാൻ ഇനി ഒരു ഹാഫ് ആൻ അവറിന് മേലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള സെൻറ്റർ പോയിന്റിൽ പോയി. ഇതൊരു മോള് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ അവിടെ പുതിയതായി വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ സെൻറ്റർ പോയിന്റിൽ കയറിയപ്പോൾ കണ്ട ഒരു ഫ്രോക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സമ്മർ കളക്ഷൻസ് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ഈ ഷർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ ഒരു കളറും പിന്നെ ഈ യെല്ലോ കളറും. പിന്നെ ഇഷ്ടംപോലെ ന്യൂ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കേർട്ടും ടോപ്പും ഇതും എന്താ പറയുക സെറ്റായിട്ടാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തപ്പി നടന്ന് ഞങ്ങൾ അവിടെ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിയതൊന്നുമില്ല. പിന്നെ നേരെ മേലെ മാക്സിലേക്ക് പോയി. മാക്സിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ 2 ടീഷർട്ട് എടുത്തു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയില്ല കാണാൻ. ഈ ബണ്ണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ 2 ടീഷർട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മൾ പാർത്താസിലേക്ക് വെച്ചു. ഇതാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് വേറെ ഒരു തുണി കൂടെ എടുത്തു തയ്ക്കാനായിട്ട്. അപ്പോൾ ടോട്ടൽ 3 തുണികൾ. അപ്പോൾ അത് ഞാൻ അടിക്കാൻ കൊടുത്തിട്ട് നമ്മൾ നേരെ വേറെ അവിടെ ഒരു പലചരക്ക് കട പോലത്തെ ഒരു കടയുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബാംഗിൾ സെല്ലേഴ്സ് എന്ന കടയൊക്കെ അടുത്താണ് കേട്ടോ. സഫാരിയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നാടൻ സാധനങ്ങളും കിട്ടും. ആ സാധനം എന്താണെന്ന് മനസ്സിലായി. ഞങ്ങൾ നാട്ടിൽ ചുണ്ടങ്ങാന്നാണ് എന്നെ പറയുക. അതിൻ്റെ കൊണ്ടാട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ നാടൻ വിഭവങ്ങൾ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് മസാലകളും അങ്ങനെ വലുതൊക്കെ ഇങ്ങനെ വാങ്ങാനായിട്ട്. പിന്നെ ഇഷ്ടംപോലെ മുറുക്ക്, നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ മുറുക്ക്, പിന്നെ ദേവട് കണ്ടില്ല പുളിമിഠായി, ഇഞ്ചി മിഠായി, പിന്നെ എന്താ പറയുക ഇത് ജെല്ലി. ഇതൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എത്ര കഴിച്ചിട്ടുണ്ടെന്നറിയോ. അങ്ങനെ ഇഷ്ടംപോലെ സാധനം. പിന്നെ ഫിൽറ്റർ കോഫി ഉണ്ടാക്കണ ആ ഒരു സംഭവം, എന്താ പറയുക ഗ്ലാസ്സും ആ ഡവറ പോലത്തെ ഒരു സാധനം, അതൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴേക്കും ഈവനിങ് ആയി. അപ്പോൾ അവിടെ അടുത്ത് തന്നെ കാലിക്കറ്റ് ടേസ്റ്റിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ്. ഞാൻ പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ.